മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ മെട്രോ യാത്രയ്ക്കെതിരെ നടപടിയെടുക്കുമെന്ന് കെ.എം.ആർ.എൽ. മെട്രോ നിയമങ്ങൾ ലംഘിച്ചാണെന്ന കെ.എം.ആർ.എൽ. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ യാത്ര മെട്രോ റെയിൽവേ ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് ആക്ട് പ്രകാരമുള്ള ചട്ടങ്ങൾ ലംഘിച്ചാണെന്നാണ് റിപ്പോർട്ട്. കെ.എം.ആർ.എൽ. ഡയറക്ടർ ഫിനാൻസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത്. യു.ഡി.എഫിന്റെ നേതൃത്വത്തിലാണ് ആലുവയിൽ നിന്ന് പാലാരിവട്ടം വരെ ജനകീയ യാത്ര സംഘടിപ്പിച്ചത്. സ്റ്റേഷനിലെയും ട്രെയിനിലെയും വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് റിപ്പോർട്ട്. പ്രവർത്തകർ ട്രെയിനിൽ മുദ്രാവാക്യം വിളിച്ചതിനും മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനുമാണ് നടപടി. മുദ്രാവാക്യം വിളിച്ചതിനും ട്രെയിനിലും പരിസരത്തും പ്രകടനം നടത്തിയതിനും 6 മാസം തടവും 1000 രൂപ പിഴയുമാണ് ശിക്ഷ. മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിന് 500 രൂപ പിഴയും. പ്രവർത്തകർ പുറത്തിറങ്ങാൻ തിരക്കുകൂട്ടിയത് മൂലം പാലാരിവട്ടം സ്റ്റേഷനിലെ ഓട്ടോമാറ്റിക് ഫെയർ കണ്ടീഷൻ ഗേറ്റുകൾ പൂർണ്ണമായി തുറന്നിടേണ്ടി വന്നു. മെട്രോ നിയമമനുസരിച്ച് സാധാരണഗതിയിലുള്ള പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന നടപടിയാണിത്. ഇതും ശിക്ഷാർഹമാണ്. ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് MM ഹസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജനകീയ യാത്ര സംഘടിപ്പിച്ചത്. ആതിര അഗസ്റ്റിൻ, മീഡിയ 1, കൊച്ചി.